കണ്ണമ്മൂല വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ജയിച്ചിട്ടുണ്ട്. പാറ്റൂർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് കണ്ണമ്മൂലയിൽ നിന്ന് ജയിച്ചത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റിൽ സ്വതന്ത്രനാണ്. അതേസമയം 20 സീറ്റുകളിൽ ഇപ്പോഴും NDA ആണ്. LDF 14 സീറ്റുകളിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. എങ്കിൽ പോലും കൂടുതലും നഗരഹൃദയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് NDAയുടെ ശക്തി കേന്ദ്രങ്ങൾ, അതേസമയം തന്നെ UDFനും ചില പോക്കറ്റുകളുണ്ട്. ഇപ്പോൾ നാലാഞ്ചിറ പോലെയുള്ള സ്ഥലങ്ങളിൽ UDF പ്രതീക്ഷിക്കുന്ന 20 സീറ്റാണ്. കഴിഞ്ഞ തവണ 10 സീറ്റ് തിരുവനന്തപുരത്ത് UDFന് കിട്ടിയിരുന്നു. അതെങ്കിലും UDFന് കിട്ടിയാൽ ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിയും ഒരു മുന്നണിയും വരില്ല എന്ന് കണക്കാക്കാം. അവിടെ ഓരോ സീറ്റും അതിനിർണായകമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറുന്നു. 20 BJP, 14 LDF, UDF 6, അതേസമയം ഒരു സ്വതന്ത്രനും കൂടിയുണ്ട് അല്ലേ? അതാണ് ചിത്രം. നമുക്ക് വേഗത്തിൽ മറ്റ് ചെങ്ങന്നൂരിൽ NDAയുടെ വലിയ ലീഡ് നില ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ LDF UDF ഒപ്പത്തിനൊപ്പമാണ്. NDA ഒരിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ലീഡ് ചെയ്യുന്നു എന്നതാണ്. CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന വലിയ വിവാദമുണ്ടാക്കിയ ആ രാഷ്ട്രീയ നീക്കം ശ്രീനാദേവി കുഞ്ഞമ്മ എന്തായാലും UDFനൊപ്പം നിന്ന് വാർഡ് ലീഡ് ചെയ്യുന്നു എന്നതാണ്. തിരൂർ നഗരസഭയിൽ 9 വാർഡുകളിൽ UDF വിജയിച്ചു, 2 വാർഡുകളിൽ LDF എന്നതാണ് ചിത്രം വരുന്നത്. ഇതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലെ പൊതുചിത്രം കൂടി നമുക്ക് വേഗത്തിൽ കണ്ണൂർ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ്. രമിത കെ BJP ജയിച്ചു എന്നുള്ളതാണ് അല്ലേ? കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിൽ BJPക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുകയാണ്. അക്കൗണ്ട് തുറന്നു, BJPയുടെ അക്കൗണ്ട് തുറന്നു കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിൽ എന്നുള്ള കാര്യമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം മുന്നേറ്റം എന്ന് പറയാം അല്ലെ? 7 എന്നുള്ളതായിട്ടുണ്ട്. അതെ ചിത്രം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് മാത്രമല്ല, NDA കൂടുതൽ സീറ്റുകളിലേക്ക്, കൂടുതൽ വാർഡുകളിലേക്ക്, കൂടുതൽ നഗരസഭാ വാർഡുകളിലേക്ക് മറ്റും അവർ പടർന്നു കയറിയിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്തിലൊക്കെ അക്കൗണ്ട് തുറക്കൽ പോലെയുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയാണ് പ്രകടമാവേണ്ടത്. എന്തായാലും ജില്ലാ പഞ്ചായത്തുകളിലടക്കം ഈ തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് BJP മുന്നേറ്റത്തിൽ. ഷൊർണൂരിൽ BJPക്ക് ജയം. 9 വാർഡുകളിൽ ഷൊർണൂരിൽ BJPയുടെ ജയമാണ്. ഷൊർണൂർ നഗരസഭയിൽ 9 വാർഡുകളിൽ BJP ജയിച്ചു. 7 വാർഡുകളിൽ LDF, 2 വാർഡുകളിൽ UDF എന്നുള്ളതാണ്. ഷൊർണൂരിലും BJP ജയിച്ചിരിക്കുന്നു. ചെങ്ങന്നൂരിൽ നിർണായക ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും ലീഡ് BJPക്കാണ്. 21 കൂടിയിരിക്കുന്നു. 16 LDF എന്നുള്ളതാണ്. 21-16. അതേസമയം UDFന് 6 മാത്രമാണ് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് വ്യക്തമായ ലീഡിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള നീക്കത്തിൽ BJP ഓരോ ഇഞ്ചും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം തൃശ്ശൂരിൽ ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തൃശ്ശൂരിൽ ഇപ്പോഴും UDFും LDFും തമ്മിലുള്ള പോരാട്ടം. കണ്ണൂരിൽ LDF UDF പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം കൊല്ലത്ത് ഏകപക്ഷീയമായി തന്നെ LDFന്റെ മുന്നേറ്റം കാണുന്നു. തിരുവനന്തപുരത്ത് തന്നെയാണ് ശ്രദ്ധ. NDA 21, UDF 8 കയറിയിരിക്കുന്നു. 16 LDF. കൊല്ലത്ത് 28 ഇപ്പോഴും LDFന്റെ പക്കലുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ LDFന്റെ മുന്നേറ്റമാണ്. UDF 18, NDA 7 എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ ഇപ്പോഴും UDFന്റെ മുന്നേറ്റമാണ്. തൃശ്ശൂരിൽ മാറുവാനുള്ള സാധ്യത കാണുന്നില്ല. അവിടെ LDFന് ഭരണ തുടർച്ച സാധിക്കുന്നില്ല എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 28 സീറ്റുകൾ നേടിയാൽ, 29 സീറ്റുകൾ നേടിയാൽ അവിടെ ഭരണം ഉറപ്പിക്കാൻ കഴിയും. അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. 24. അങ്ങനെ UDF തൃശ്ശൂർ പിടിക്കുവാനുള്ള ഒരു അന്തിമ ശ്രമത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്താകട്ടെ തിരിച്ചാണ്. കൊല്ലത്ത് LDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോടും LDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ പക്ഷേ ഇനി 5 സീറ്റുകളിൽ കൂടി ജയിച്ചാൽ UDFന് ഭരണം ഉറപ്പിക്കാൻ കഴിയും. കോർപ്പറേഷനിൽ ഇവിടെ കോഴിക്കോട് പക്ഷേ LDF ഇനി വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി കേവല ഭൂരിപക്ഷത്തേക്കാൾ എത്ര സീറ്റുകൾ കൂടുതൽ കിട്ടും എന്നുള്ളത് അറിയാനുള്ളൂ. കൂത്തുപറമ്പിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് BJP. കണ്ണൂർ കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോഴും പഴയ നില തന്നെ തുടരുന്നു. തൃശ്ശൂരിൽ ഇപ്പോഴും LDFന്റെ ലീഡുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും LDFന്റെ ലീഡുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ ലീഡ്. കണ്ണൂരിൽ LDF, വയനാട് UDF ആണ് ലീഡ് നേടുന്നത്.
കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര ഡിവിഷനിൽ NDAയുടെ വിജയമാണ്. BJP ആണ് ജയിച്ചിരിക്കുന്നത്. ഷിജി പ്രമോദ് കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര ഡിവിഷനിൽ ജയിച്ചു. തലശ്ശേരി നഗരസഭയിൽ ആദ്യ ജയം LDFന് തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ 2 ഇടങ്ങളിൽ BJP ജയിച്ചിട്ടുണ്ട്. 2 ഇടങ്ങളിൽ BJP കണ്ണൂർ കോർപ്പറേഷനിൽ ജയിച്ചു. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നില വളരെയധികം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക് എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുവാനുള്ള കുതിപ്പിലാണ് ഇപ്പോൾ BJP. 21 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡല്ല, അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൂടുതലും ജയിച്ച നില തന്നെയാണ് വരുന്നത്. കാരണം വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിൽ NDA തന്നെയാണ്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒറ്റക്കക്ഷി എന്ന രീതിയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. 51 സീറ്റ് വേണം, അതിലേക്ക് വരാൻ സംശയമാണ്. എങ്കിൽ പോലും ഒറ്റക്കക്ഷി എന്ന രീതിയിൽ BJP തന്നെ മുന്നേറുന്ന കാഴ്ചയാണ്. തീർച്ചയായും. അതായത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തലസ്ഥാന നഗരിയിലേക്കാണ് എന്ന് ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നു. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി NDAക്ക് വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലേറാൻ പറ്റുമോ? അതിനുള്ള സാധ്യതകൾ വിരളമാണ്. എങ്കിലും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി NDA മാറിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് 101 ഡിവിഷനുകൾ ആണ് ഉള്ളത്. അതിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 100 ഡിവിഷനുകളിലേക്ക്. അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് NDA ആണ് എന്ന് പറയുമ്പോഴും 50-നപ്പുറത്തേക്കുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഈ കോർപ്പറേഷനിൽ NDAക്ക് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6 കോർപ്പറേഷനുകളിൽ, അതിൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്നതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് പൊതുവെ NDA കരുതുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന അവരുടെ എക്കാലത്തെയും ആഗ്രഹം ഇത്തവണ നടക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ മഞ്ജുഷ, എന്തുകൊണ്ടാണ് കൊച്ചി നഗരസഭയിൽ വലിയ മുന്നൊരുക്കങ്ങൾ UDF നടത്തിയിരുന്നത്? ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കളത്തിലിറങ്ങി അത്രമേ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടും കൊച്ചിയിൽ മേൽക്കൈ നേടാൻ ഇത്തവണയും UDFന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് LDF ഇപ്പോൾ വലിയ മുന്നേറ്റം. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണയും UDFന് വിനയായത് റിബലുകളുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്തിമ ഫലത്തിലും അത് പ്രകടമാകുമെന്ന് തന്നെയാണ്. ചില റിബലുകളെങ്കിലും ജയിച്ചു വരുവാനുള്ള സാധ്യത പോലും കൊച്ചിയിൽ കാണുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ കൊച്ചിയിൽ ലീഡ് നേടുവാൻ UDFന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ലീഡ് ഇല്ല. അതുമാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മോശമാകുമോ എന്ന രീതിയിൽ പോലും കൊച്ചി കോർപ്പറേഷൻ. മഞ്ജുഷിത, കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ പതിറ്റാണ്ടുകളായി ഇടതുകോട്ടയായി നിലനിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. CMPക്ക് സീറ്റ് വിട്ടു നിൽക്കുന്ന വിവാദമുണ്ടായിരുന്ന ഒരു വാർഡാണ്. മണ്ഡലം പ്രസിഡന്റ് വിമതനായി മത്സരിച്ചിരുന്നു. നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് വിട്ടിരുന്നു എന്നുള്ളിടത്താണ് ഇവിടെ ഇതാ കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറം വാർഡിൽ NDA വിജയക്കൊടി പാറിക്കുന്നു എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിജയികളുടെ പട്ടിക കൂടി നമുക്ക് പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കുമ്പോൾ വാർഡ് 1 UDF നേടിയിരിക്കുന്നു. KK ജാഫർ ആണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 1 വിജയിച്ചിട്ടുള്ളത്. വാർഡ് 2 UDFന്റെ തേരോട്ടമാണ് കാണുന്നത്. CK റഹമത്തുള്ളയാണ് അവിടെ വിജയിച്ചത്. വാർഡ് 3 LDFന് മുഹമ്മദ് മുറിയാനാവി ആണ് അവിടെ വിജയിച്ചത്. വാർഡ് 4 LDFന്റെ സേതു വിജയക്കൊടി പാറിക്കുന്നു. വാർഡ് 25 LDFന്റെ തന്നെ KV സുജിത വിജയിച്ചു. വാർഡ് 26 UDFന്റെ ഗ്രേസി സ്റ്റീഫനാണ് വിജയിച്ചിട്ടുള്ളത്. 27-ാം വാർഡിൽ പടന്നക്കാട് UDFന്റെ അബ്ദുള്ള എന്ന സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഒരു മേൽക്കൈ UDFനും അതോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ LDFും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മഞ്ജു, ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ മുന്നേറ്റമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരികെ പിടിക്കുവാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വാർത്ത കൂടിയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ വലിയ രീതിയിൽ, അത് നിസ്സാരമായ ഒരു കാര്യമല്ല, ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ 19 ഇടത്ത് UDF ജയിച്ചു, ഒരിടത്ത് LDF എന്നുള്ളതാണ്. 19 UDF, ഒരിടത്ത്, അതായത് 23-ൽ 19